നിങ്ങളുടെ ഫോൺ, ടാബ്, വാച്ച്, ഇയർപോഡ് തുടങ്ങി ഏത് ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട. നിങ്ങളുടെ ടെക് സംബന്ധമായ പ്രശ്നങ്ങൾ ഏതുമാവട്ടെ, സൊല്യൂഷൻ മൊഡോക്, യുവർ മൊബൈൽ ഡോക്ടർ, ഓപ്പോസിറ്റ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, പൂക്കോട്ടുംപാടം. അഭ്രപാളികളിൽ നിറഞ്ഞാടുന്ന മോഹൻലാൽ ചിത്രം തുടരും. കൺനിറയെ കണ്ടാസ്വദിച്ച് അമ്മമാർ. അമരമ്പലം പഞ്ചായത്തിലെ സ്വയംപ്രഭ ഹോമിലെ അമ്മമാരാണ് പൂക്കോട്ടുംപാടം ഗാലക്സി സിനിമാസിൽ ഒന്നിച്ചെത്തി സിനിമ കണ്ടത്. പൂക്കോട്ടുംപാടം സ്വയംപ്രഭ ഹോമിലെ കുറച്ച് അമ്മമാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അമ്മമാര് നല്ല അടിപൊളി സിനിമയൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് സിനിമയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ പകുതി മുതൽ സങ്കടാണെന്നാലും കണ്ടു. നല്ലതാണ്. ലാലേട്ടന് ഇഷ്ടമാണോ? ഞങ്ങള് കുട്ടിക്കാലം മുതലേ സിനിമ ഇഷ്ടംപോലെ കണ്ടു ശീലമായി. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമുള്ള കാണാത്തത്. എങ്ങനെ കാണാത്തത്? ഇവിടെ വന്നതിന് ഇവിടെ കെട്ടിച്ചു കൊണ്ടുവന്ന ശേഷം? അല്ല അയ്യോ, ഇവിടെ താമസമായതിനു ശേഷം കുറച്ച് 3-4 കൊല്ലമായിട്ടില്ല. എന്റെ മറ്റേ ആനന്ദ തിയേറ്ററൊക്കെ പഴയ പോലെ തിയേറ്ററൊക്കെ ഉള്ള സമയത്തും പിന്നെ നിലമ്പൂരും ഒക്കെ ശരിക്കും പോയിട്ടുണ്ട്. കട്ടക ഇപ്പത്തെ സിനിമ തിയേറ്ററൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് സിനിമയൊക്കെ പറ്റി. പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ കാലത്തൊരു ഒരു കുട്ടികളെ കാണിക്കുന്ന ഒരു വിഷമം പോലെ ഏത് അതുകൊണ്ട് ഒരു വിഷമം വല്ലാതെ ഉണ്ടായി. വിഷമുണ്ടായി. സിനിമ എങ്ങനെയുണ്ട്? സിനിമ നല്ലതാ, പക്ഷെ എനിക്ക് സങ്കടം വന്നു. കരഞ്ഞോ? സങ്കടമായി പോയി. ഞാൻ ഓരോ കാര്യം ആലോചിച്ചു പോയി. നിങ്ങള് ഇതില് കൊടുക്കോ? കൊടുക്കണ്ട. കുട്ടികളെ അങ്ങനത്തെ അവസ്ഥയൊക്കെ അങ്ങോട്ട് ആലോചിക്കുമ്പോ അവര് സ്നേഹിച്ചു പോയി എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോന്നുള്ളൊരു വിഷമം. പറയാൻ പാടില്ല, അതാണ്. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളി സിനിമ കാണലുണ്ടോ? ആ ഉണ്ട്. കുറെ കാലത്തിന് ശേഷം സിനിമ കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? അല്ല, ജിംഖാന സിനിമ കണ്ടോ? അപ്പൊ അമ്മ അപ്ഡേറ്റ് ആണ് കേട്ടോ അല്ലേ? ഇനി വരാന്ന്. പക്ഷെ എത്ര ആളുകൾ എന്തൊക്കെയാണ്? ഇന്ന് 10 പേരും പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. കെയർ ഗീവർ അപർണയും പിന്നെ യോഗ ട്രെയിനറാണ് ഞാൻ, ഐസക്. ഇവർക്ക് ഒരു മാനസിക ഉല്ലാസം കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മാസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ നേരെ മറിച്ച് ഇവർക്ക് ഒരു നല്ല സിനിമ കാണാം എന്നുള്ളൊരു താല്പര്യത്തിൽ നിന്ന സമയത്താണ് മോഹൻലാലിൻ്റെ തുടരും സിനിമ കാണാൻ എല്ലാവർക്കും താല്പര്യം. വയ്യാതെ വീട്ടിലിരിക്കുന്നവർ വരെ പോരാൻ നല്ല താല്പര്യത്തിൽ മോഹൻലാലും ശോഭനയും ഒരുമിച്ച് നിന്ന നല്ല ഒരു സിനിമ കാണാൻ പറ്റി. കുറേ സിനിമകളുടെ ഒരു ഓർമ്മ ഒതുക്കി. കുറേ കാലത്തിന് ശേഷം നല്ല വിഷ്വൽ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. ഒപ്പം അതിന് ഇരട്ടി സന്തോഷം എന്താ വെച്ചാൽ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷം. മറക്കില്ല. സിനിമയെക്കാളും പ്രധാനം എല്ലാരും കൂടെ ഒന്നിച്ചു കൂടി എന്നുള്ളതല്ലേ. ഒന്നിച്ച് യാത്ര ചെയ്യാ ഒരു സന്തോഷം. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഓരോ ദിവസം കൂടുമ്പോഴും നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ആലോചിക്കും. ഇത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ മക്കളെ കൊണ്ടുപോകണതാണ്. പക്ഷെ ഇതിൽ 1-2 പേര് വർഷങ്ങളായിട്ട് സിനിമ കണ്ടിട്ടുള്ള ആളാണ്. അതായത് നമ്മളെ അമ്മ എത്രയോ കൊല്ലം മുന്നേ അമ്മയുടെ ഭർത്താവ് ഉള്ള സമയത്ത് കണ്ടിട്ടുള്ളതാണ്. അതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതേപോലെ ടൂറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് സംഘടിപ്പിക്കും. ഇതേപോലത്തെ സിനിമയും ഇനി ഇവരെ കൊണ്ട് ഇങ്ങനെ നല്ല പടം ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതെ, അമ്മ തൊപ്പിയൊക്കെ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് സിനിമ കാണാൻ. എങ്ങനെ സിനിമ? ഉഷാറായി, നല്ല സന്തോഷായി ആണല്ലേ? ഇടക്കിടക്ക് വരണം അല്ലേ? സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമയെ കുറിച്ച് കാണാൻ നല്ല ഇതുണ്ട്, മനസ്സമാനം ഉണ്ട്, കുറെ സങ്കടങ്ങളും ഉണ്ട്. അങ്ങനെ മനസ്സമാനായിട്ട് കുറെ കാലമായിട്ടാണ് സിനിമ കാണുന്നത്. കൊറേ മെയ്താകരത്തെ സിനിമകൾ വന്നിട്ട് പിന്നെ അച്ഛന് ഇവിടെ കാണല്ലോ. ഞാന് മെയ്താക്കാന്റെ അടുത്തേ അവിടെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ നാടാടെ കാണത് എന്റെ അപ്പട്ടം പോയിട്ട് നാടാടെ കാണുക. 5 കൊല്ലായി. 5 കൊല്ലത്തിന് മുന്നേ കാണൽ തുടങ്ങി. നല്ല തിയേറ്ററൊക്കെ അടിപൊളിയായോ? ഓ ഉഷാറായല്ലോ. നമ്മുടെ ഉണ്ണീന്റെ സിനിമകള് ഉഷാറായല്ലോ. സന്തോഷായി, നിറഞ്ഞ സന്തോഷാണ്. നമ്മുടെ ഉണ്ണിയാണ്.
അപ്പോ ഈ അമ്മമാർക്ക് ഇനി ഒരുപാട് സന്തോഷങ്ങൾ നൽകാൻ അവരുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയട്ടെ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.